السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിനത്തിന്റെയും സമയത്തിന്റെയും ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തന്നെ മഗ്ഫിറത്തുകൊണ്ട് റഹ്മത്തുകൊണ്ട് നമുക്ക് അനുഗ്രഹിക്കട്ടെ. രോഗികളായ ആളുകൾ ധാരാളം ആവശ്യമുള്ളവർക്ക് ദുആ ചെയ്യിപ്പിച്ചിട്ട് അല്ലാഹു എല്ലാവരുടെയും ആവശ്യങ്ങൾ മുറാദായി മനസ്സിലാക്കി തരട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ഈമാനോടെ തഖ്വയോടെ ദുആഅത്തായി ജീവിക്കാൻ അറിയിക്കുന്നതിന്റെ കലിമത്തുകളിലൂടെ പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കൾ മുശ്രിക്കുകളായ ആളുകൾ നബിതങ്ങളെ പരിഹസിക്കുകയും പരിശുദ്ധ ഇസ്ലാമിനെ ചെറുതായി കാണിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ശത്രുക്കളോട് പറയാൻ വേണ്ടി നബിതങ്ങളോട് ഒരു ആഹ്വാനം നടത്തുന്നു. ആ ആഹ്വാനമാണ് എല്ലാ ദിവസവും 17 തവണ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖുൽ ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന അവ്വലുൽ മുസ്ലിമീൻ. നബിയെ നിങ്ങൾ ശത്രുക്കളോട് പറയണം, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതത്തിന്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും എന്റെ കർമ്മങ്ങളും ആരാധനകളും ആചാരങ്ങളും എല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിനുവേണ്ടിയാണ് എന്റെ ജീവിതം. അല്ലാഹുവല്ലാത്ത ഒരാളോടും ശിർക്കിന്റെ ചെറിയ കണിക പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഈ സമുദായത്തിലെ ഏറ്റവും ഒന്നാമത്തെ പ്രഥമ മുസ്ലിം ഞാനാണ്. ഇത് പറയണമെന്ന് നബി തങ്ങളോട് പറയുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി, ശത്രുക്കൾ മുശ്രിക്കുകളായ ആളുകൾ അവരുടെ ആരാധനകൾ അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി നൽകിയവരാണ്. അവരുടെ റിസ്കുകൾ, അവരുടെ ആരാധന കർമ്മങ്ങൾ അവർ അറുത്തിരുന്നത് വിഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത്. അവർ അറിവ് നൽകിയിരുന്ന വിഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഏകനായ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് എന്റെ ഓരോ ചലനവും നിശ്ചലനവും എന്ന് നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കണമെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന. ഇതൊരു മുഅ്മിനിന്റെ ജീവിതത്തിലേക്ക് എല്ലാ സമയത്തും പാലിച്ചിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ തന്നെ ഇഫ്തിതാഹ്, ആരംഭം, നിസ്കാരത്തെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഈ വാക്യം കൊണ്ടാണ്. ഈ വാക്യം കൊണ്ടാണ് നിസ്കാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടേണ്ടത്. എന്തുകൊണ്ടാണത്? ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട സംസാരമല്ല. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. കാരണം അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്നത്, ഹിദായത്ത് എന്നതൊക്കെ അല്ലാഹു നമ്മുടെ ഖൽബിലേക്ക് നൽകിയ അമൂല്യമായ നിധികളാണ്. നമ്മൾ അറിയാതെ അതിന്റെ വേരുകൾ നമ്മിൽ നിന്ന് അടർന്നു പോയിക്കൊണ്ടിരിക്കും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കിതാബുൽ റിദ്ദത്ത് എന്നൊരു അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതഭ്രഷ്ട എന്നാണ് അതിന്റെ അധ്യായത്തിന്റെ താല്പര്യം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ അറിയാതെ മതത്തിന്റെ വേരുകൾ നമ്മിൽ നിന്ന് അറ്റുപോകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിചയപ്പെടുത്തിയെടുത്ത് മഹാന്മാരായ ഇമാമുമാർ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹുദൂദുകളാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. നിയമങ്ങൾക്ക് പരിധികളുണ്ട്. ഒരു ഗ്രൗണ്ടിന് ഒരു ബൗണ്ടറി ഉണ്ടാകുന്നത് പോലെ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഒരു ബൗണ്ടറി ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ബൗണ്ടറിയിൽ പോയി നിൽക്കരുത്. വൃത്തത്തിന്റെ മധ്യത്തിലാണ് നിൽക്കേണ്ടത്. എപ്പോഴും സൂക്ഷ്മത അവിടെയാണ്. വൃത്തത്തിന്റെ ബൗണ്ടറിക്കകത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ പോയി നമ്മൾ താമസിക്കുന്ന വീട് വെക്കുന്ന ആളുകളെ പോലെയാകും. ഏത് സമയത്തും ആക്രമണം പ്രതീക്ഷിക്കപ്പെടാം.
അതിർത്തിയിൽ നിൽക്കുന്നവർക്ക് പുറത്തു ചാടാനുള്ള കാരണങ്ങൾ, ചെറിയ കാരണങ്ങൾ മതി, പുറത്തേക്ക് ചാടാൻ എളുപ്പമാണ്. ഒരു വൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദുവിലേക്കാണ് നമ്മൾ എപ്പോഴും കേന്ദ്രീകരിച്ചു നിൽക്കേണ്ടത്. അതിൽ നിന്ന് തെറിച്ചുപോയി അതിരുകളിൽ നിൽക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ഹറാമുകളുടെ എത്തിപ്പെട്ട് നിൽക്കും. അങ്ങനെ പതുക്കെ യുദ്ധത്തിലേക്ക് അവൻ, മതഭ്രഷ്ടിലേക്ക് അവൻ പോയി പോകുമെന്നാണ് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അവൻ പൊന്നുപോലെ സംരക്ഷിക്കേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കേണ്ട ഒരാൾ, നമ്മുടെ നാട്ടിൽ രണ്ട് മനുഷ്യരുണ്ട്. അതിലൊരാൾ, അയാൾ വിശ്വാസിയല്ല, അയാൾ മുസ്ലിമല്ല, അയാൾക്ക് ഈമാനില്ല. അയാളുടെ ജീവിതത്തിൽ പക്ഷേ നന്മകൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. കാണുന്നവരോട് പുഞ്ചിരിക്കുന്നു, എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു, ആരോടും വിദ്വേഷങ്ങളില്ലാതെ ജീവിക്കുന്നു. എന്നാൽ അപ്പുറത്ത് ഒരു മുസ്ലിമായ മനുഷ്യനുണ്ട്. ആ മുസ്ലിമായ മനുഷ്യൻ മുൻകോപിയാണ്, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന നന്മകളൊന്നും ആ മനുഷ്യനിലില്ല, പക്ഷെ ആ മനുഷ്യൻ മുസ്ലിമാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തെ സെക്കുലർ പരിസരത്ത്, ഒരു സെക്കുലർ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടെ ആരെയാണ് ഏറ്റവും ഉയർന്നവനായി കണക്കാക്കപ്പെടുക? പ്രത്യക്ഷമായ ഗുണങ്ങൾ കാണുന്നവനെയാണ്. പക്ഷേ അല്ലാഹുവിന്റെ അങ്ങനെയല്ല. പ്രത്യക്ഷമായ ഗുണങ്ങൾ പരിഗണിക്കപ്പെടുന്നത് ആന്തരികമായ ക്വാളിറ്റികൾ പൂർത്തിയായതിനു ശേഷമാണ്. ഞാൻ എന്റെ പുറത്തേക്ക് കാണിക്കുന്ന പുഞ്ചിരിയേക്കാൾ, ഞാൻ പുറത്തേക്ക് കാണിക്കുന്ന നന്മകളെക്കാൾ, മറ്റുള്ളവരോട് കാണിക്കുന്ന എല്ലാ നല്ല ഗുണങ്ങളെക്കാളും കൂടുതൽ അല്ലാഹുവിന്റെ അടുക്കൽ എത്രയോ 10 മടങ്ങ് ഘനം കൽപ്പിക്കപ്പെടുന്നത് എന്റെ ഹിദായത്തിനാണ്, എന്റെ ഈമാനിനാണ്, എന്റെ തഖ്വക്കാണ്. ഹിദായത്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അമൂല്യമായ നിധി. ഇന്ത്യ രാജ്യത്തിന്റെ ബൗണ്ടറിക്കകത്ത് ഒരു മനുഷ്യൻ താമസിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഈ രാജ്യത്ത് എത്ര വലിയ കച്ചവടം നിർവഹിച്ചാലും, ജനങ്ങളോട് എത്ര മനോഹരമായി സൗഹൃദത്തോടു കൂടി സമീപിച്ചാലും ആ മനുഷ്യന്റെ സൗഹൃദമോ ഒന്നും പരിഗണിക്കപ്പെടില്ല. ആ മനുഷ്യൻ ഇവിടെ താമസിക്കാൻ തസ്രീഹ് ഇല്ലെങ്കിൽ, പാസ്പോർട്ട് ഇല്ലെങ്കിൽ, അയാൾക്ക് ഇവിടെ പൗരത്വമില്ലെങ്കിൽ അയാൾ പുറത്താണ്. അയാൾക്ക് ഒന്നുകിൽ പൗരത്വം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള രേഖയുണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ഈ നാട്ടിൽ എത്ര ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് നോക്കുകയുള്ളൂ. അയാൾ ഈ നാടിന് എത്ര ഗുണം നൽകുന്നുണ്ട് എന്ന് പരിഗണിക്കുന്നുള്ളൂ. ഒരുപക്ഷെ മില്യൺ കണക്കിന് ഡോളറുകളുടെ ചാരിറ്റി പ്രവർത്തനം രാജ്യത്ത് നടത്തുന്നുണ്ട്, പക്ഷെ പൗരനല്ല, അയാളുടെ കയ്യിൽ രേഖയില്ല. അയാൾ ഉടനടി ജയിലിലാക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞേക്കും, നാട് കടത്തും. എന്തുകൊണ്ടാണ്? പ്രഥമ പരിഗണന ഈ രാജ്യത്തിന്റെ പൗരനാവുക എന്നതാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഒരു മനുഷ്യന് പരിഗണിക്കപ്പെടുന്നത്, ആദ്യം പരിഗണിക്കപ്പെടുന്നത് അവന്റെ ഈമാൻ കൊണ്ടാണ്, അവന്റെ ഹിദായത്ത് കൊണ്ടാണ്. നമ്മൾ പൊന്നുപോലെ സംരക്ഷിക്കേണ്ട ഒന്ന് നമ്മുടെ ഹിദായത്താണ്. മഹാനവറുകൾ നബിതങ്ങൾ എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ മുഅ്മിനീങ്ങളോട് ചൊല്ലാൻ പറഞ്ഞ ഒരു ദിക്റുണ്ട്, അസ്ബഹ്നാ അലാ കലിമത്തിൽ ഇഖ്ലാസ്. അല്ലാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അസ്ബഹ്നാ അലാ മില്ലത്തിൽ ഇസ്ലാം വ കലിമത്തിൽ ഇഖ്ലാസ് വ ദീൻ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ ഈ പ്രഭാതത്തിൽ ജനിച്ചിട്ടുള്ളത്. എന്റെ പ്രഭാതം നിന്റെ പേരിലാണ്, നിന്റെ ഇഖ്ലാസിലാണ്, മില്ലത്തുൽ ഇസ്ലാമിലാണ്. അതാണ് എന്റെ പ്രഭാതം. പ്രദോഷമായാലും ഇത് ചൊല്ലണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ ആത്മാവ് നമ്മിൽ നഷ്ടപ്പെടരുത്. കാനേഷുമാരി മുസ്ലിമാകുക എന്നത് അള്ളാഹുവിന് ഒട്ടുമേ താല്പര്യമില്ലാത്ത കാര്യമാണ്. മുസ്ലിമാകേണ്ടത് ആന്തരിക ഗുണങ്ങളെ കൊണ്ടാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അദിയാനി അഹബ്ബു ഇലല്ലാഹ്, മതങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ ഏതാണ്? മറ്റു മതങ്ങളെ കുറിച്ചുള്ള ചോദ്യമല്ലാതെ ആ ചോദ്യം മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവർക്കിടയിൽ തന്നെ വ്യത്യസ്ത മതങ്ങളാണ്. ഞാനും മുസ്ലിമാണ്, ഞാൻ കണ്ട ഇസ്ലാം ഇങ്ങനെയാണ്, എന്റെ ഇസ്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞു നടക്കുന്ന വ്യത്യസ്ത ദീനുകളുള്ള ആളുകളുണ്ട്. അവരോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന മറുപടി, അൽ ഹനീഫിയ്യത്തുസ് സംഹ. അൽ ഹനീഫിയ്യത്തുസ് സംഹ, നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നതാണ് ദീൻ. അത് മാത്രമാണ്. റുജുമാനസനായ മുസ്ലിമായിരിക്കണം. എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റുജുമാനസനായ മുസ്ലിമായിരിക്കണം, നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന മുസ്ലിമായിരിക്കണം. വൈജാത്യങ്ങളില്ലാതെ, വ്യതിചലനങ്ങളില്ലാതെ, ഇൻഹിറാഫില്ലാതെ സഞ്ചരിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിന്റെ വക്കൽ സ്വീകാര്യോഗ്യമാകുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഇസ്ലാമായി മാറുന്നത്.
തങ്ങൾ പറയുന്നത് ഈ രീതിയിലായിരിക്കണം ഒരു മുഅ്മിനിന്റെ ജീവിതം. ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്യമതസ്ഥരുടെ ജീവിതത്തെ മുസ്ലിമിന്റെ ജീവിതത്തിന്റെ കൂടെ ചേർത്ത് വെക്കാൻ നമ്മൾ കഷ്ടപ്പെടുകയാണ്. അതിനുവേണ്ടി പണം ചെലവഴിക്കുകയാണ്. ഇസ്ലാമിനെ ഒരു അഭിമാനമായി കൊണ്ടു നടക്കാൻ താല്പര്യമില്ലാത്ത വിധം നമ്മൾ ദുർബലപ്പെട്ടു പോയിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ മറ്റുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ മതത്തിന്റെ രീതികളുടെ ഭാഗമായി നിങ്ങൾ മാറിയാൽ ഫഹുവ മിൻഹും. അല്ലാഹുവിന്റെ ഹബീബിന് അവൻ ആവശ്യമില്ല, ഈ മില്ലത്തിന് അവൻ ആവശ്യമില്ല, അവൻ അവിടെ പോയിക്കോട്ടെ. എന്തിനാണ് അള്ളാഹുവിന്റെ കോപങ്ങൾ നമ്മൾ പണം കൊടുത്തു വാങ്ങുന്നത്? എന്തിനാണ് അള്ളാഹുവിന്റെ ദേഷ്യത്തെ എന്റെ ആരോഗ്യം ചെലവഴിച്ചുകൊണ്ട് ഞാൻ വാങ്ങുന്നത്? എന്തിനാണ് ഹബീബിന്റെ വെറുപ്പിനെ ഞാൻ എന്റെ സമയം ചെലവഴിച്ചുകൊണ്ട് വാങ്ങുന്നത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പണം നൽകിയതിന്റെ പേരിൽ ആ പണം കൊണ്ട് റബ്ബിന്റെ കോപത്തെ വാങ്ങിയെടുക്കുക എന്ന് പറയുന്നവനേക്കാൾ വലിയ വിഡ്ഢിയായ മുസ്ലിമാരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നിമിഷം ഏത് കാര്യം ചെയ്യുമ്പോഴും ഇസ്തഫ്തി നഫ്സക, നീ നിന്നോട് ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കണം, ഈ ദേഷ്യം അല്ലാഹുവിന് വേണ്ടിയുള്ളതാണോ? എന്റെ മനസ്സിൽ എന്തിനോടെങ്കിലും ഒരു ഹബ്ബ് ഉണ്ടാകുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കണം, ഇത് അല്ലാഹുവിനോടുള്ള ഹബ്ബാണോ? എന്റെ ഭക്ഷണം, എന്റെ വിഭവങ്ങൾ, എന്റെ സംസാരങ്ങൾ, എന്റെ പുഞ്ചിരി എല്ലാം അല്ലാഹുവിന് വേണ്ടിയുള്ളതല്ലെങ്കിൽ ഓരോന്നിനും പടച്ച റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അഹബ്ബ ലില്ലാഹ്, ഒരാൾ അയാൾ ഇഷ്ടപ്പെടുന്നത് മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാണ്. വഅബ്ഗദ ലില്ലാഹ്, ഒരാൾ അല്ലാഹുവിന് വേണ്ടിയാണ് മറ്റുള്ളവരോട് കോപിയാകുന്നത്. വഅഅ്താ ലില്ലാഹ്, ഒരാൾ ദാനശീലനാകുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് അവൻ എന്തിനോടെങ്കിലും വിലങ്ങുതടിയായിട്ടുണ്ടെങ്കിൽ, റബ്ബിന് വേണ്ടിയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഈമാന്റെ പൂർണ്ണത അവിടെയാണ്. ഓരോരുത്തരോടും അവനവനോട് ചോദിക്കണം. വിധി പറയേണ്ടവരെ മറ്റുള്ളവരല്ല, തീർപ്പ് പറയേണ്ടവരെ മറ്റുള്ളവർ. ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ലെങ്കിൽ എന്റെ ഈമാൻ ചോർന്നു പോവുകയാണ്. ഈമാൻ ചോർന്നു പോകുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ്? ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും കൂടുതൽ തഖ്വയോടുകൂടി ജീവിക്കാനുള്ള സകല സൗകര്യങ്ങളും നൽകപ്പെട്ട ഒരു നിഅമത്തിന്റെ ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. നമുക്കിവിടെ നിസ്കരിക്കാൻ തടസ്സങ്ങളില്ല, ജമാഅത്തിന് തടസ്സങ്ങളില്ല, ഖുർആൻ പാരായണത്തിനോ മതപഠനത്തിനോ പ്രബോധനത്തിനോ തടസ്സങ്ങളില്ല. ഇതിന്റെ ബലം നമുക്കറിയാത്തത് കൊണ്ടാണ്. എന്റെ ഒരു സുഹൃത്ത്, അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു സുഹൃത്ത്, അമേരിക്കൻ പൗരനാണ്, എന്റെ കൂടെ പഠിച്ചിരുന്നയാളാണ്. കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഹറാമുകൾ കാണാതെ ഒരു സെക്കൻഡ് പോലും മുസ്ലിമിന് ജീവിക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഒരു ജമാഅത്ത് ഉയ്ഗൂർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചൈനയിലെ ഉയ്ഗൂരിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. ആ കൂട്ടുകാരൻ പറയുന്നത്, ഒരു ജമാഅത്തിൽ പങ്കെടുക്കണമെങ്കിൽ സ്വകാര്യമായിട്ട് നിസ്കരിക്കണം. ഒരു ജമാഅത്തിൽ പങ്കെടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ അപകടങ്ങളെ പേടിച്ചുകൊണ്ടല്ലാതെ പങ്കെടുക്കാൻ കഴിയുന്നില്ല. കുടുംബത്തിന് ഫോൺ വിളിക്കാൻ കഴിയുന്നില്ല. ഒരു ജമാഅത്തിന് വേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്, അവരുടെ ഈമാൻ സംരക്ഷിക്കാൻ. വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി ഒന്ന് കയ്യിൽ കിട്ടിയെങ്കിൽ എനിക്കൊന്ന് ഓതണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ഈ ലോകത്തുണ്ട്. അവർക്കിടയിലാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും പറുദീസയിൽ കിടന്നുകൊണ്ട് പടച്ച റബ്ബിനെ നമ്മൾ വെല്ലുവിളിക്കുന്നത്. ആർക്കു വേണ്ടിയാണ്? ലോകത്ത് എത്ര സെലിബ്രിറ്റികളെ നിങ്ങൾ കാണുന്നില്ലേ? ഇസ്ലാമിന്റെ നന്മകളെ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി ഹറാമിൽ നിന്ന് കണ്ണുപൊത്തുന്ന ആളുകൾ. നമുക്ക് ഹറാമിൽ നിന്ന് കണ്ണുപൊത്തുന്നത് നമുക്കൊരു മടിയാണ്. പരിശുദ്ധ ഇസ്ലാമിന് വിരുദ്ധമായ പരസ്യങ്ങൾ എന്റെ വേഷത്തിൽ ധരിക്കില്ല എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുന്ന ആളുകൾ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമുക്ക് എന്റെ നിസ്കാരം, എന്റെ ജമാഅത്ത്, എന്റെ നോമ്പ് എന്ന് പറയുന്നത് നമുക്കൊരു മടിയായി മാറുന്നു. ഇതൊക്കെ സ്വകാര്യതയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമായിട്ട് പരിമിതപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പുതിയ കാലത്ത് മുസ്ലിമീങ്ങളായ ആളുകൾ നമ്മുടെ നാട്ടിൽ ഓണം എന്ന് പറയുന്ന ഒരു ഉത്സവം, ഒരു ആഘോഷം, അത് ആരുടേതാണ് എന്ന് അത് ആഘോഷിക്കുന്ന മതത്തിന്റെ വക്താക്കൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടേതാണ് എന്ന്. ഞങ്ങളുടേതാണെന്ന് ഒരു മതത്തിന്റെ ആചാര്യന്മാർ പറയുമ്പോൾ, ഞങ്ങളുടേതാണ് എന്ന് ഒരു മതവിഭാഗം പറയുമ്പോൾ അല്ല, അത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അതിനെ പൊലിപ്പിക്കാൻ അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അതിന്റെ പിറകെ പോകുന്നത് എത്ര ഖേദകരമാണ്. അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു. ആഘോഷത്തിന്റെ പേരിൽ ആഘോഷം എന്ന് പറഞ്ഞ് ഒരു മതം അവരുടെ ആചാരങ്ങളെ അവർക്ക് ചില പവിത്രമായ രീതിയിൽ അവർ ആഘോഷിക്കട്ടെ. നമ്മൾ എന്തിനാണ് അതിനകത്ത് കയറിക്കൂടുന്നത്? കയറിക്കൂടുക എന്ന് മാത്രമല്ല, പൂർണ്ണമായി ഒരു മുസ്ലിമിന് മാത്രമല്ല മനുഷ്യന് പോലും
മാനവികതയ്ക്ക് പോലും യോജിക്കാത്ത രീതിയിലുള്ള ശീലങ്ങൾ, രീതികൾ, അശ്ലീലമായ രീതിയിലൂടെ ഈ നാടിന്റെ സംസ്കാരത്തെ മുറിപ്പെടുത്തുന്നതിന്റെ വാക്താക്കളായി കലിമത്തു തൗഹീദിന്റെ പ്രചാരകർ മാറുന്നത്, ഇസ്ലാമിന്റെ ആളുകൾ മാറിപ്പോകുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ്. അള്ളാഹു നമ്മളെ പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടുത്തട്ടെ. ഇതിന്റെയൊക്കെ പിറകിൽ നമ്മളിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ, വിപത്തുകൾ എന്താണെന്ന് നമുക്കറിയില്ല. ഓരോ വർഷങ്ങൾ കഴിയും തോറും മുഅ്മിൻ അവന്റെ ഈമാനിനെ അടിയറവെച്ചുകൊണ്ട് കേവലം കാനേഷുമാരി മുസ്ലിം മാത്രമായി മാറുകയാണ്. ഹിദായത്തിന്റെ വേരുകൾ അസ്തമിച്ചു പോയാൽ, ഈമാനിന്റെ വേരുകൾ മുറിഞ്ഞു പോയാൽ നമ്മിലേക്ക് കുഫറിന്റെ ദലാലത്തിന്റെ ഇരുട്ട് കടന്നുകൂടും. ആ ഇരുട്ട് കടന്നുകൂടിയാൽ അതിന്റെ വേദന നമുക്കറിയില്ല. അത് അനുഭവിക്കുന്ന ആളുകൾ ഇന്ന് ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമ്മുടെ പണം ചെലവഴിച്ച്, ആരോഗ്യം ചെലവഴിച്ച്, സമയം ചെലവഴിച്ച് നരകത്തെ വെറുതെ കാശ് കൊടുത്തു വാങ്ങണോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള ഭീകരതകളിൽ നിന്ന്, അത്തരത്തിലുള്ള അനിസ്ലാമിക പ്രവണതകളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാൻ, മാറി നിൽക്കാൻ നമ്മൾ അതിൽ നിന്ന് മാറി നിന്നു എന്നതുകൊണ്ട് ആരും നമ്മളെ കുറ്റം പറയില്ല, ആരും നമ്മുടെ നാട് കടത്തില്ല, ആരും നമ്മളെ ഈ രാജ്യത്ത് ജയിലിലടക്കില്ല. നമ്മൾ നമ്മുടെ മതത്തിനോട് അഭിമാന ബോധമുള്ളവരാണ് എന്ന് അവർ വിലയിരുത്തുകയേ ചെയ്യൂ. അങ്ങനെയൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ രീതികളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ താലിമീങ്ങൾ, ഇവിടുത്തെ സൂഫികൾ, അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾ അമുസ്ലിമീങ്ങളാകുമ്പോൾ തന്നെയും ആ അമുസ്ലിമീങ്ങൾ അവരുടെ വീടുകളിൽ വന്ന് വിശുദ്ധമായ റമദാനിന്റെ പകലിൽ ഒരു ഭക്ഷണം പോലും, ഒരു തുള്ളി വെള്ളം പോലും ചോദിക്കുമായിരുന്നില്ല. അത് ചോദിക്കരുത് എന്ന് അവർക്കറിയാൻ, ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിയും, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമ്മുടെ നാട്ടുകാരെ നമ്മൾ തെറ്റിദ്ധരിക്കുക. നമ്മൾ മുസ്ലിങ്ങളായാൽ മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പിറകെ സഞ്ചരിച്ചാൽ അവർക്ക് വല്ല കുറവും സംഭവിക്കുമോ എന്നത് നമ്മൾ അവരെ കുറിച്ച് തെറ്റിദ്ധരിക്കുകയാണ്. ഈമാനിനെയും ഇസ്ലാമിനെയും വിശ്വാസത്തെയും നമ്മുടെ ഐഡന്റിറ്റിയായി ഉയർത്തിപ്പിടിച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടില്ല. മറ്റുള്ളവർ നമ്മളെ അഭിമാനത്തോടു കൂടി നോക്കുക മാത്രമേ ചെയ്യൂ. അഭിമാന ബോധമുള്ള മുസ്ലിങ്ങളാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.